Hello everyone, welcome to EduPod SSLC channel. It's me Nafi. എല്ലാവർക്കും മക്കളെ EduPod 10ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ രണ്ട് കാര്യം കമന്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പുതിയതാണ്, സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ടഫ് ആണോ അല്ലയോ? മൂന്നാമത്തെ കാര്യം, സോഷ്യൽ സയൻസ് ഇഷ്ടമാണോ അല്ലയോ? ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാം 2026 മാർച്ചിൽ നടക്കാൻ പോകുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാ വിഷയങ്ങളും A+ നേടണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ സയൻസിന് ഇത്തിരി അധികം കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? സോഷ്യൽ സയൻസ് മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ A+ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു സബ്ജക്റ്റിലെ പോലെയല്ല, സോഷ്യൽ സയൻസ് 80 മാർക്കിനാണ്. 80 മാർക്ക് റിട്ടേൺ എക്സാമും 20 മാർക്ക് CA അടക്കം 100 മാർക്കിനാണ് എന്തുണ്ടാവുക? സോഷ്യൽ സയൻസ് എക്സാം ഉണ്ടാവുക. ആ 100ൽ 30% മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് നേടിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ സോഷ്യൽ സയൻസ് പാസ്സാവുള്ളൂ. അപ്പോൾ 80 മാർക്കിൽ നിങ്ങൾ A+ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 80ൽ 72 മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? A+ നേടിയെടുക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 29 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 29 ചോദ്യങ്ങളിൽ ഒരു 26 ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് A+ കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ, സോഷ്യൽ സയൻസ് നിങ്ങൾക്കറിയാം, സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററി ഉണ്ട്, സോഷ്യൽ സയൻസ് 2 ജോഗ്രഫി ഉണ്ട്. ഈ രണ്ടിലും കൂടി ഏകദേശം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു 20 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും. ഈ 20 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ 20 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മൊത്തം പഠിക്കാനുള്ളത് അല്ലേ? ഈ 20 ചാപ്റ്റേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ലല്ലോ. ഇത്തിരി എഫേർട്ട് നമ്മളുണ്ട്. നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജൂൺ 2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കിയാൽ കാണാം, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വളരെ വളരെ വലുതാണ് അല്ലേ? നമ്മുടെ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വലുതാണ്, അതിലെ പാഠങ്ങൾ വലുതാണ്. പൊതുവെ കൂടുതൽ ചെയ്യുന്ന ഈ മാസങ്ങളൊക്കെ കളിച്ച് നടന്ന് ലാസ്റ്റ് ഫെബ്രുവരി പോയി പഠിക്കാനിരിക്കും. ആ സമയത്ത് പഠിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് A+ കിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ A+ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്ഥിരമായി പഠിക്കാനാണ്. ഡെയിലി പഠിച്ചിട്ടില്ലെങ്കിലും ആഴ്ചയിൽ 4 ദിവസം, സോഷ്യൽ സയൻസ് മാത്രമല്ല നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ആ സബ്ജക്റ്റിലെല്ലാം നിങ്ങൾക്ക് A+ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന കാര്യങ്ങൾ അന്നും തന്നെ നിങ്ങൾ പഠിച്ചു തീർക്കണം. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ A+ നഷ്ടമാകും. 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ വില്ലൻ സബ്ജക്റ്റ് ആയിട്ട് ഏത് മാറും? സോഷ്യൽ സയൻസ് മാറും. അപ്പോൾ സോഷ്യൽ സയൻസിനെ അങ്ങനെ ഒരു വില്ലൻ സബ്ജക്റ്റ് ആക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചധികം എഫേർട്ട് സോഷ്യലിലേക്ക് ഇടണം. കാരണം നിങ്ങൾക്ക് മാപ്പ് മാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അതേപോലെ ഒന്നെങ്കിൽ ഇന്ത്യയുടെ മാപ്പോ അല്ലെങ്കിൽ വേൾഡ് മാപ്പോ നിങ്ങൾക്ക് തരും. എന്നിട്ട് ആ മാപ്പിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? മാർക്ക് ചെയ്യാൻ പറയും. ആ മാപ്പിൽ എന്ത് വരും? മാർക്ക് ചെയ്യാൻ പറയും. അങ്ങനെ മാപ്പ് മാർക്കിംഗ് അടക്കമുള്ള ചോദ്യങ്ങൾ സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പണി തരും. ഈ സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ പ്രശ്നമാണ്, പഠിച്ചത് മറന്നു പോകുന്നു സാറേ, എന്താ ചെയ്യുക? നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ചെറിയൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഈ രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ സയൻസ് സെറ്റാക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ആദ്യം ഒന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കുക. എന്നൊരു രണ്ടാമതായിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി എന്ത് ചെയ്യുക? ആ പോയിന്റ്സ് ഒന്ന് എഴുതുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ നോട്ടോ നോക്കിയിട്ട് ആ ഒരു പോയിന്റ് വായിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതൊന്ന് എഴുതുന്നു. എഴുതിയ ശേഷം നിങ്ങൾ മനസ്സിലതൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് നിങ്ങൾ കാണാതെ എഴുതി നോക്കുക. അപ്പോൾ ചില പോയിന്റൊക്കെ മിസ്സാവും. പിന്നെ ഒന്നുകൂടി നോക്കിയിട്ട് ഏതൊക്കെ പോയിന്റാണ് മിസ്സായത് ഒന്നുകൂടി എഴുതുക. അങ്ങനെ എഴുതി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഈസി ആയിട്ട് വ്യക്തമായിട്ട് സെറ്റായിട്ട് പഠിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രമേ 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ A+ നഷ്ടമാവാതിരിക്കൂ. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടണമെങ്കിൽ സോഷ്യൽ സയൻസിലെ ഫുൾ A+ നമ്മുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യമൊക്കെ എന്താണ്? ഫുൾ A+ ആണ്. ആ ഫുൾ A+ നേടണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? എല്ലാ വിഷയങ്ങളും കൃത്യമായ പ്ലാൻ വേണം. അങ്ങനെ പ്ലാനോട് കൂടി പഠിക്കാൻ നമ്മുടെ EduPod നിങ്ങളുടെ കൂടെ ഉണ്ട്. EduPodന്റെ സൂപ്പർ ബാച്ച്, നിങ്ങൾ EduPodന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, EduPodന്റെ സൂപ്പർ ബാച്ചിൽ കൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരുന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ബാക്കി സബ്ജക്റ്റിൽ നിന്ന് എഫേർട്ടിനേക്കാൾ കുറച്ചധികം എഫേർട്ട് നിങ്ങൾ സോഷ്യൽ സയൻസിന് കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ EduPodന്റെ സൂപ്പർ ബാച്ച് മാത്രമാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിലുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. nafi.edupod. നിങ്ങൾക്ക് അറിയാലേ? അപ്പോൾ nafi.edupod എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം അവിടെ പറഞ്ഞുതരാം. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഒരു വില്ലൻ സബ്ജക്റ്റ് ആവാൻ പാടില്ല. അതിന് ചെയ്യുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചിട്ടയായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സോഷ്യൽ സയൻസ് ഈസി ആകും. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ SSLC ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടുണ്ടോ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.